എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജലജയ്ക്ക് ആകെ വിഷമമായി, ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നയന ഇങ്ങനെ പ്രശസ്തിയിലേക്ക് പോകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. അതെല്ലാം അവിയോടും പറയുന്നുണ്ട്. അവൾ ഇങ്ങനെ പ്രശസ്തിയിലേക്ക് പോയിക്കൊണ്ടിരുന്നാൽ ഈ വീട്ടിലെ മാത്രമല്ല നാട്ടിലെയും താരം അവളായിരിക്കും. പിന്നെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അവളായിരിക്കും. അതൊന്ന് നശിപ്പിക്കാൻ വേണ്ടിയാണ് അവനോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞത്. അത് ശരിയായില്ല, അത് ഈ രീതിയിലാകുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അഭി പറയുന്നുണ്ട്, ഞാൻ സത്യമായിട്ടും അമ്മയാണ് സത്യം, ആ നെക്ലേസ് അവളുടെ ബാഗിൽ വെച്ചതാണ്, അതിനുശേഷം എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ ചെയ്തത്? ആ നെക്ലേസ് കൈയും കാലും വെച്ച് നടന്ന് പിന്നെ ആദർശിൻ്റെ ബാഗിൽ പോയി ഇരുന്നതാണോ എന്ന് വയ്ക്കും. അന്നേരം അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തതാണ് എന്ന് അഭി പറയുമ്പം ജലജ ചോദിക്കുന്നുണ്ട്, എടാ ഇനിയിപ്പം നമ്മുടെ പ്ലാനൊക്കെ ആദർശം അറിയുന്നുണ്ടോ? അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ പൊന്നു മോനെ നിൻ്റെ ഇപ്പോഴത്തെ ജോലിയും കൂടെ പോവും, അവൻ കമ്പനിയിൽ നിന്ന് ഇറക്കി വിടും. ചിലപ്പം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മുത്തശ്ശൻ എന്ന് പറയുന്ന ആൾ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, ആ ഒരവസ്ഥയിലേക്ക് എത്തും എന്നൊക്കെ പറയുക. അന്നേരം അഭി ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തില്ലേ? അതൊന്നും ഫലത്തിലാകാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ അമ്മയും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടല്ലോ അവളുമാരെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി, എന്നിട്ട് എന്തെങ്കിലും സാധിച്ചോ? ഇല്ലല്ലോ. അതുപോലൊക്കെ തന്നെ അബദ്ധമായി എനിക്ക് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, ഓ അവൻ അവൻ്റെ കഴിവ് മറയ്ക്കാൻ വേണ്ടി എന്നെ കുറ്റപ്പെടുത്തുക, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൾ ഈ വീട്ടിലും നാട്ടിലുമൊക്കെ താരമാകും, കമ്പനിയിലും അവൾ പിടിമുറുക്കും. ഇതൊക്കെ കണ്ട് കണ്ണ് മിഴിച്ചിരിക്കാൻ നിനക്ക് യോഗമുള്ളൂ. അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ചുമ്മാ ഇരുന്ന് കുണുണാന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. നീ ചെല്ലടാ നിൻ്റെ മുറിയിലോട്ട്. അവിടെ ഇരിക്കുവാണല്ലോ ഒരുത്തി നിറവയറുമായിട്ട്. അവൻ ഏട്ടനെ ഓവർടേക്ക് ചെയ്ത് സ്നേഹിച്ചതാണ്, ഏട്ടൻ സ്നേഹിച്ച പെണ്ണിനെ. എന്നിട്ടോ വലിയ മീനാണ് എന്ന് കരുതിയിരുന്നതാണ്. ഇതൊന്നാം തരം പാമ്പാണ്, വിഷപ്പാമ്പ്. അത് ചൂണ്ടേ കൊരുത്തത് അവൻ അറിഞ്ഞില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നീ പോടാ എന്ന് പറഞ്ഞാൽ അഭിയെ പറഞ്ഞു വിടുവാണ്. എന്നിട്ടും ദേഷ്യം മാറാതെ നിൽക്കുവാണ് ജലജ. പിന്നെ കാണിക്കുന്ന ആദർശിനെ നയനയാണ്. ആദർശ് റൂമിലോട്ട് വന്നിട്ട് നയനോട് പറയുന്നുണ്ട്, ഇന്ന് ആ ന്യൂസ് അവതരിപ്പിച്ച പെൺകൊച്ചിനെ നിനക്ക് അറിയാവോ? അത് ഗ്രേസി ആൻറ്റിയുടെ മോളാണെന്ന് പറയുമ്പോൾ, ഗ്രേസി ആൻറ്റിയുടെ മോളോ? അതാരാ? എനിക്കറിയത്തില്ലല്ലോ എന്ന് നയന പറയും. അന്നേരം ആദർശ് പറയും, ഓ ഗ്രേസി ആൻറ്റിയെ പറ്റിയൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലേ, അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗ്രേസി ആൻറ്റി. ഗ്രേസി ആൻറ്റിയുടെ മകളാണ് ഇന്ന് നിന്നെക്കുറിച്ചുള്ള ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അവൾ അങ്ങനെ ചെയ്യുമെന്ന് നേരത്തെ അമ്മ അറിഞ്ഞിരുന്നുവെങ്കിൽ മിക്കവാറും അത് തടഞ്ഞേനെ എന്ന് പറയും. അന്നേരം നയന ചോദിക്കും, അതെന്തിനാ തടയുന്നത്? ഇനിയിപ്പോൾ അമ്മ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലോ എന്നിങ്ങനെ തിരിച്ചു ചോദിക്കും. അന്നേരം ആദർശ് പറയും, അങ്ങനെ സംഭവിക്കാൻ യാതൊരു കാര്യവുമില്ല. കാരണം അമ്മ ഒരിക്കലും നിന്നിലൂടെ ലോകത്ത് അറിയപ്പെടാൻ, പുറത്തേക്ക് അറിയപ്പെടാൻ അമ്മ ആഗ്രഹിക്കത്തില്ല. അമ്മ പോകുമ്പോൾ ദേ നയനയുടെ അമ്മായിമ്മയാണ് പോകുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിൻ്റെ പ്രശസ്തി ഒരുപാട് അങ്ങ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതും ചിലപ്പം പ്രശ്നമാകും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിന്നോട് ഓഫീസിൽ പോകണ്ട എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ആകെ സങ്കടമാകില്ലേ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് സങ്കടമൊന്നും ആകിയല്ല, ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ എനിക്കറിയാം. ഞാൻ ആദർശേൻ്റെ കൂടെയുള്ള ഒരു സമാധാനത്തിലുള്ള ഒരു ജീവിതം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് പ്രശ്നമല്ലായിരിക്കും, പക്ഷേ എനിക്ക് പ്രശ്നമാണ്. ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട്, എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ആ ഒരു ഹൈപ്പിലേക്ക് നിന്നെ എനിക്ക് എത്തിക്കണമെന്ന് ആദർശ് പറയുവാണ്. എന്നിട്ട് പയ്യെ ആദർശ് നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് കട്ടിലിൽ പിടിച്ചിരുത്തും. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്, എനിക്ക് മനസ്സിനും ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്തിനാ ഞാൻ ആ സന്തോഷമൊക്കെ അടക്കി പിടിച്ചിരിക്കണേ, കാണിക്കേണ്ടവരുടെ അടുത്ത് കാണിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് നയനയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കും. പിന്നെ അവരുടേതായ റൊമാൻസിലേക്ക് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയും കൂട്ടുകാരനെയാണ്. അവർ രാവിലെ നടക്കാൻ ഇറങ്ങിയത്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇപ്പം നേരത്തെ പോലെ നടക്കാറൊന്നുമില്ല, ഇനിയിപ്പം പോലീസിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലേക്കാണ് പോകുന്നത്, അന്നേരം ഇതൊക്കെ ഒരു വിഷയമാകുമെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പം കൂട്ടുകാരൻ പറയുന്നുണ്ട്, അങ്ങനെ അത്രയും പ്രശ്നമൊന്നും ആകില്ല, നിൻ്റെ അത്രയും കൂടെ ഫിറ്റ്നസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും അവിടെ വരുന്നത്, അവരുടെ മുമ്പിൽ നീ ആയിരിക്കും മിക്കവാറും സ്റ്റാർ ആകാൻ പോകുന്നത് എന്നൊക്കെ പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അത് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ, പക്ഷേ ഇപ്പം ഒന്നും നമ്മൾ ഫിറ്റ്നസ് ഒന്നും അങ്ങനെ നോക്കാറില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പം കൂട്ടുകാരൻ പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഇല്ലായിരുന്നു എന്നല്ല പറയേണ്ടത്, നീ ഒന്നും ശരിയായിട്ട് ചെയ്യുന്നില്ലായിരുന്നു. കാരണം അനിയുടെയും അനാമികയുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ പണ്ടത്തെ നന്ദു ആയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു എനർജറ്റിക് ആയിട്ട് വരുന്നത്. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാലോ. പിന്നെ ഞാനൊരു കാര്യം നിന്നോട് പറയാം, അനാമികയും അനിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞെങ്കിൽ പോലും അവർ തമ്മിൽ ഒരു നല്ല ദാമ്പത്യ ജീവിതമില്ല. ശരിക്കും ഒരു അന്യ പെൺകുട്ടിയെ കാണുന്നത് പോലെ തന്നെയാണ് അനി അനാമികയെ കാണുന്നത്. മിക്കവാറും ഉടനെ തന്നെ അവനെ തേച്ചിട്ട് പോകും. അങ്ങനെ തേച്ചിട്ട് പോകുവാണെങ്കിൽ നിനക്ക് വേറൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാമല്ലോ എന്നിങ്ങനെ പറയുമ്പം, നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും. അവൻ പറയുന്നുണ്ട്, ഞാനത് തുറന്ന് പറയുന്നില്ല, എന്നിട്ട് വേണം നീ എനിക്ക് ടെടി തരാൻ, നീ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയുമ്പോൾ, എങ്കിലേ അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി നീ കൂടുതൽ സംസാരിക്കേണ്ട, ഇങ്ങോട്ട്
ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവരിങ്ങ് നടന്ന് പോരുക. അന്നേരമാണ് നയനയുടെ കൂട്ടുകാരിയെ കാണുന്നത്. അന്നേരം അവളുടെ അടുത്തോട്ട് ചെല്ലും. അന്നേരം എടി ആ ഫോൺ നമ്പറിൻ്റെ ഉടമസ്ഥനെ കിട്ടിയോ, നീ നോക്കിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ കിട്ടി, അത് ഒരു ദേവയാനി അനന്തപുരി എന്ന അഡ്രസ്സിലാണ് ആ സിം എടുത്തേക്കുന്നത് എന്ന് പറയും. അന്നേരം നന്ദുവിന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. എടി അത് നയനേച്ചിയുടെ അമ്മായിമ്മയാണ്, നയനേച്ചിക്ക് അമ്മായിമ്മയുടെ നമ്പർ അറിയാതിരിക്കുമോ എന്ന് ചോദിക്കും. അന്നേരം അതൊന്നും എനിക്കറിയത്തില്ല, നിലവിൽ ആ സിം എടുത്തേക്കുന്ന അഡ്രസ്സ് ദേവയാനി അനന്തപുരി എന്ന നമ്പറിൽ തന്നെയാണ്. ഇനിയിപ്പോൾ അവരറിയാതെ ആ അഡ്രസ്സിൽ വേറെ ആരെങ്കിലും സിം എടുത്തതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ നീ ചേച്ചി വിളിക്കുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേരേ, ആ സിമ്മിൻ്റെ നിലവിലെ അഡ്രസ്സ് ദേവയാനി അനന്തപുരി എന്ന രീതിയിലാണ് സിം എടുത്തേക്കുന്നതെന്ന് നീ ഒന്ന് അറിയിച്ചേരേ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അങ്ങ് പോകുമ്പോൾ ആകെ ഒരു അത്ഭുതത്തിൽ നിൽക്കുകയാണ് നന്ദു. പിന്നീടും നയനെ ആദർശിനെ തന്നെയാണ് കാണിക്കുന്നത്. നയനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി 6 മണി ആയിട്ടുള്ളൂ, ആദർശ് എഴുന്നേറ്റിട്ടില്ല. അന്നേരമാണ് ഈ ഫോൺ കോൾ വരുന്നത്. അന്നേരം ആദർശ് ചോദിക്കുന്നത് ആരെ ഈ രാവിലെ ശല്യം ചെയ്യാൻ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതിന് രാവിലെ അല്ല 6 മണിയായി, എഴുന്നേൽക്കുന്നില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും നന്ദുവാ, അവൾ ട്രെയിനിങ്ങിന് പോകുമല്ലേ, അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്ന് പറയും. ഫോൺ എടുത്ത് കഴിയുമ്പം നന്ദു ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മായിമ്മയുടെ നമ്പർ അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം നയനെ തിരിച്ചു ചോദിക്കണം അതെന്താ നീ അങ്ങനെ ചോദിച്ചത്, എനിക്ക് പിന്നെ അറിയാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ല പിന്നെന്താ ഈ നമ്പർ ചേച്ചിക്ക് അറിയാതെ പോയത്, എന്നും ചേച്ചി വിളിക്കുന്ന ഒരു നമ്പർ അല്ലാണ്ട് ചേച്ചിയുടെ അമ്മായിമ്മയ്ക്ക് വേറെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു നമ്പറുണ്ട്, ആ നമ്പറിൽ നിന്നാണ് ആ മെസ്സേജ് വന്നേക്കുന്നത്, ആ സിമ്മ് ദേവയാനി അനന്തപുരി എന്ന അഡ്രസ്സിലാണ് എടുത്തേക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അത് വലിയൊരു ഷോക്കാണ് നയനയ്ക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോളെ ഇത് സത്യമാണോ എന്ന് ചോദിക്കുമ്പം സത്യമായിട്ടും ആ സിമ്മിൻ്റെ അഡ്രസ്സ് ദേവയാനി എന്ന് തന്നെയാണ്, അതായത് ചേച്ചിയുടെ അമ്മായിമ്മയുടെ പേരിൽ തന്നെയുള്ള സിമ്മാണ് അത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട് മോൾ ഇത് ആരോടും പറയണ്ടെന്ന്. അന്നേരം നന്ദു പറയും ഒരു ഭാവി വനിതാ എസ് ഐ ആണ് ഞാൻ, എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ തന്നാൽ മതി കേട്ടോ, ഞാൻ ഇപ്പോഴേ തുടങ്ങാമെന്ന് പറയുമ്പോൾ വേണ്ട ഇത് ഞാൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടുപിടിച്ചോളാം, നീ ഒന്ന് സമാധാനത്തിൽ ട്രെയിനിങ്ങിന് പോയിട്ട് വരാൻ നോക്കുക എന്ന് നയന പറയുന്നു. ഏതായാലും അതിനുശേഷം നയന ആകെ ചിന്തയിലാണ്. നയനെ ഓർക്കുന്നുണ്ട് മനസ്സിൽ സ്നേഹം വെച്ചിട്ട് പുറമെ ദേഷ്യം കാണിക്കുവാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണമല്ലോ എന്നിങ്ങനെ മനസ്സിലോർക്കും. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വരുവാണ്. അടുക്കളയിലേക്ക് വരുമ്പം ദേവയാനി പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ മീനാക്ഷി ചേച്ചി ഇന്ന് സഹായത്തിനുണ്ട്. അന്നേരം ഇങ്ങനെ വാതയ്ക്ക് വന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ദേവയാനി എന്താ അവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അന്നേരം അകത്തേക്ക് ഒരു ചെറിയ ചിരിയോടെയാണ് കയറി വരുന്നത്. എന്നിട്ട് മീനാക്ഷിയോട് ചോദിക്കും മീനാക്ഷി ചേച്ചി എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറേ നേരമായി മോളെ വന്നിട്ട്, ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരും, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നിട്ട് പോലും ഇവരെനിക്ക് ശമ്പളം തരുന്നുണ്ടായിരുന്നു, അത് വലിയൊരു ആശ്വാസമായിരുന്നു എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് ആ ആശ്വാസമൊക്കെ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടില്ല, അതുകൊണ്ടാണല്ലോ നിനക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ പോലും നീ ഇങ്ങോട്ട് വരാതിരിക്കുന്നത്, അതിൻ്റെ പേരിൽ ഇപ്പോൾ കഷ്ടപ്പെടുന്നത് ഞാനാണ്, എന്നെ സഹായിക്കാനാണ് ഒരാളില്ലാത്തത് എന്നൊക്കെ പറയുമ്പം മീനാക്ഷി പറയുന്നുണ്ട് എനിക്കല്ലെങ്കിലും ഇങ്ങോട്ട് വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. കാരണം ദേവയാനി ചേച്ചി ഒരിക്കലും ഇങ്ങനെ അടുക്കള ഭാഗത്തേക്കൊന്നും വന്നിട്ടേ ഇല്ല, പണ്ട് കാലത്ത് അടുക്കളയിൽ കയറി എന്തോ ചെയ്തു എന്ന് പറഞ്ഞിരുന്നതല്ലാതെ പിന്നെ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് ജാനകി ചേച്ചിയും ജലജ ചേച്ചിയൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് ഞാനും അത്യാവശ്യം അടുക്കളയിൽ കയറിയിട്ടൊക്കെ ഉണ്ട്, പിന്നെ ഇവിടുത്തെ അടുക്കളയിൽ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയല്ല, ചിലർ പാലിൽ പോലും വിഷം കലർത്തി തരും എന്ന് പറഞ്ഞിട്ട് പയ്യെ നയനി ഒന്ന് നോക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ വിഷമം കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുത്തത്, ഇനി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന്, അതാകുമ്പോൾ എനിക്ക് മനസ്സമാധാനത്തോടെ കഴിക്കാമല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം മീനാക്ഷി പറയുന്നുണ്ട് ഒരിക്കലും നയനക്കുഞ്ഞ് മനസ്സറിഞ്ഞ് അങ്ങനെ ആരെയും ദ്രോഹിക്കുകയല്ല എന്ന് പറയുമ്പോൾ പിന്നെ ദ്രോഹിക്കുന്നത് ഞാനാണോ, ഏതായാലും എനിക്ക് ഇവളുടെ മുഖം ഒരുപാട് നേരം കണ്ടുകൊണ്ടിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ നീ ഇവിടെ ഇനി നിൽക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ നോക്കുക എന്ന് പറയും. അന്നേരം ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയുടെ മുഖത്തൊരു ചിരി വരുവാണ്. അന്നേരം ദേവേനി ചോദിക്കും ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നിനക്ക് ചിരി വരുന്നുണ്ട്, അതാണോ നിന്ന് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ മീനാക്ഷി ചേച്ചി നോക്കി ചിരിച്ചതാന്ന് പറയുമ്പോൾ എങ്കിൽ നീ അടുക്കളയിൽ നിന്ന് അങ്ങ് പൊക്കി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ നീ ഇങ്ങനെ വന്ന് നിൽക്കരുത്, നിന്നെ എനിക്ക് കാണുന്ന ഇഷ്ടമല്ലെന്ന്, അതുകൊണ്ട് പോകാൻ നോക്കുക എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് ചിരിക്കുന്ന പോലെ ഒരു ചിരിയോട് കൂടിയാണ് നയന ഇങ്ങ് പോരുന്നത്. അന്നേരം നയന ഇങ്ങ് തിരിഞ്ഞു കഴിയുന്നെങ്കിൽ ദേവേനയുടെ മുഖം മാറും, ദേവേന ഒരുപാട് ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം നയന മനസ്സിലോർക്കുവാണ് മനസ്സിൽ ഒരുപാട് ഇഷ്ടം ഒളിപ്പിച്ചിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെങ്കിൽ അത് മനസ്സിൽ നിന്ന് വലിച്ചു പുറത്തിയടിക്കാൻ എനിക്കറിയാം എന്നിങ്ങനെ മനസ്സിലോർത്തിട്ടാണ് നയന അങ്ങോട്ട് പോകുന്നത്. നയന അങ്ങ് പോയി കഴിയുമ്പോഴേക്കും മീനാക്ഷി പറയുന്നുണ്ട് നയനക്കുഞ്ഞൊരു പാവമാണ് ചേച്ചി എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട് അങ്ങനെ പാവമാണെങ്കിൽ നീ പോയി അവളോട് പറ കുറച്ച് നാൾ ഭയങ്കരമായിട്ടിരിക്കാൻ, എന്നോട് ഇതിനെപ്പറ്റി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് അന്നേരം അവിടെ ദേഷ്യമാണ് കാണിക്കുന്നത്.
പിന്നെ നയന ആകെ ചിന്തയിലാണ്. ദേവയാനിയുടെ മനസ്സിലെ ആ സ്നേഹം എങ്ങനെ പുറത്ത് ചാടിക്കാം എന്നുള്ള ചിന്തയിലാണ്. അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ആദർശിൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറയും, ഞാൻ ഇന്ന് വന്നില്ല ഓഫീസിലേക്ക്, എനിക്കെന്തോ ശരീരത്തിൽ എന്തോ ക്ഷീണം പോലെ തോന്നുക, നല്ല തലവേദന ഉണ്ട് എന്ന് പറയുമ്പം നെറ്റിയിലൊക്കെ തൊട്ട് നോക്കിയിട്ട് ആദർശം, പനിയൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണോ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കൊന്ന് റെസ്റ്റ് എടുത്താൽ മാറും എന്ന് പറയും. അന്നേരം ആദർശം പറയും, എങ്കിൽ ഞാനും ഇന്ന് പോകുന്നില്ല എന്ന്. അന്നേരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുള്ളതല്ലേ, ആദർശേട്ടൻ പോയിക്കോ, എനിക്കൊന്ന് റെസ്റ്റ് എടുത്താൽ കുറയും എന്ന് പറയുമ്പോൾ, എങ്കിൽ നീ ഈ കട്ടിലേക്ക് കയറി കിടക്ക്, എന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറയും. നയന കട്ടിലേക്ക് കയറി കിടക്കാൻ തുടങ്ങുവാണ്. എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആദർശം ഇങ്ങ് പോരും. ആദർശം പുറത്തേക്ക് ഇറങ്ങി വരുന്നതേക്കും ആദർശനുള്ള ചായയായിട്ട് ദേവയാനി കയറി വന്നായിരുന്നു. എന്നിട്ട് ചായ ആദർശിന് കൊടുത്തിട്ട് ചോദിക്കും, അവൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ അവൾക്ക് മുറി ഞാൻ കൊണ്ട് കൊടുക്കണോ, എങ്കിലേ തമ്പുരാട്ടി കുടിക്കുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് ചോദിക്കും, അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മയ്ക്ക് ഒരു ചായ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മ എവിടെ ഇരുന്നാലും അവൾ കൊണ്ട് തരാറുണ്ട്, അവൾക്ക് അങ്ങനെയൊന്നും ചെയ്തു കൊടുക്കണ്ട, അവൾ അടുക്കളയിൽ പോയി കഴിച്ചോളും, അമ്മ അവളോട് ഇങ്ങനെയൊന്നും പെരുമാറാതിരുന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് അന്നേരം ദേവേനെ ചോദിക്കും, എന്നിട്ട് അവൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം, അവൾ ഇന്ന് വരുന്നില്ല, അവൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞു, ഭയങ്കര തലവേദനയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് റെസ്റ്റ് എടുക്കുവാണ്, നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണ അവൾ അങ്ങനെ പറയാറുള്ളൂ എന്നൊക്കെ പറയുമ്പം, എങ്കിൽ അവളെ ഇവിടെ കിടത്തിയിട്ട് പോവുകയാണോ ചെയ്യേണ്ടത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ, എന്തെങ്കിലും അസുഖം കൂടി അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നീ അല്ലേ അതിൻ്റെ പുറകെ നടക്കേണ്ടത്, പിന്നെ നിനക്ക് ഓഫീസിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ, നീ എന്താ ആദർശം ഇങ്ങനെ എന്നൊക്കെ ഇത്തിരി ടെൻഷനോട് ചോദിക്കുവാണ് ദേവേനി. എന്നിട്ട് ആദർശം പറയും, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല മേ, ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറും എന്ന് അവൾ പറഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ അവൾക്കൊരു മസാല ചായ ഉണ്ടാക്കി കൊടുക്കാം, രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിൻ്റെ ആയിരിക്കും, എങ്കിൽ പറ്റില്ല, അതൊരു കുളിക്കാതിരിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ദേവേനി ചോദിക്കുവാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ വേണേൽ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന്. അന്നേരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്നും ദേവേനി പറയുന്നു. എന്നിട്ട് നേരെ താഴോട്ട് ഇറങ്ങി പോരുവാണ്. അന്നേരം മനസ്സിലാകെ ടെൻഷനാണ്, ഈശ്വര എൻ്റെ മോൾക്കൊന്നും സംഭവിക്കല്ലേ, പെട്ടെന്ന് തലവേദന കുറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചായയൊക്കെ ഉണ്ടാക്കി പയ്യെ നയനയുടെ റൂമിലേക്ക് വരുവാണ്. നയന ഇത് കണ്ടു ദൂരെ നിന്ന്, പക്ഷേ ഇത് നല്ല ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുന്ന പോലെ കണ്ണടച്ച് കിടക്കുവാണ്. ആ ചായയായിട്ട് ഈ റൂമിൽ ഇങ്ങനെ വന്ന് നയനെ നോക്കി നിൽക്കുവാണ്. വിളിക്കണോ അതോ തട്ടണോ എന്ത് ചെയ്യണം എന്നോർത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ദേവയാനിയും കണ്ണടച്ച് നല്ല മാരകമായ അഭിനയം കാഴ്ചവെക്കുന്ന നയനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.